ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം പേടിപ്പെടുത്തുന്ന ഒരു വാക്കാണ് വൈറസ്. അത് കമ്പ്യൂട്ടർ ആയാലും മനുഷ്യരിടത്തിലായാലും വൈറസ് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ചില്ലറയൊന്നുമല്ല. മനുഷ്യരിടത്തിൽ മാത്രമല്ല, മറ്റു പല ജീവജാലങ്ങളിലും ഈ ഭീകരൻ ഒരുപാട് അപകടം വരുത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലൊരു വൈറസ് നമ്മുടെ ജീവിതം തന്നെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ടല്ലേ. ഇനി ഈ വൈറസുകളെ കൊണ്ട് നമുക്ക് ഉപദ്രവം മാത്രമേ ഉള്ളൂ, അതോ നമുക്ക് പ്രയോജനമുള്ള തരത്തിലുള്ള ഏതെങ്കിലും വൈറസ് ഉണ്ടോ? വെൽക്കം ടു മോഷൻ ബുക്സ്, ഇറ്റ്സ് ഇൻഫോ ടൈം. ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരികളായ ജീവികൾ ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരുപാട് ഉത്തരം മനസ്സിലേക്ക് വരുമായിരിക്കും. എന്നാൽ ഏറ്റവും അധികം ജീവന് നാശനഷ്ടം വരുത്തുന്ന കാര്യം കണക്കാക്കിയെടുക്കുകയാണെങ്കിൽ മനുഷ്യൻ തന്നെയാണ് മുന്നിൽ. എന്നാൽ സൂക്ഷ്മ ലോകത്തേക്ക് കടക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഓരോ സെക്കൻഡിലും ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസം കോടിക്കണക്കിന് പോരാളികളാണ് ഈ യുദ്ധത്തിൽ മരിച്ചു വീഴുന്നത്. ബാക്ടീരിയോഫേജ് എന്ന് വിളിക്കുന്ന ഒരു തരം വൈറസിന്റെ ബാക്ടീരിയകളുമായിട്ടുള്ള യുദ്ധമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ യുദ്ധത്തിൽ നാശനഷ്ടം ഒരു ഭാഗത്ത് മാത്രമാണ്. അതെ, ബാക്ടീരിയകളിൽ മാത്രം. ഏതെങ്കിലും ഒരു ബാക്ടീരിയയുടെ ഉള്ളിൽ കടന്ന് സ്വയം പുനർനിർമ്മിക്കുന്ന വൈറസുകളാണിവ. T4, T2, M13, 5X174, MS2, P1 തുടങ്ങിയ ഒട്ടനവധി ബാക്ടീരിയ പേജുകളാണ് ഉള്ളത്. പേജുകൾക്കനുസരിച്ച് അവ ഇൻഫെക്ട് ചെയ്യുന്ന ബാക്ടീരിയകളിലും വ്യത്യസ്തപ്പെട്ടിരുന്നു. ഇപ്പോൾ T4 ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഈക്കോളയിലാണെങ്കിൽ T2 ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എൻറ്ററോ ബാക്ടീരിയ ആയിരിക്കും. എന്ന് വെച്ച് ഒരു വിഭാഗത്തിലുള്ള ഫേജ് ഒരേ തരത്തിലുള്ള ബാക്ടീരിയകളെ മാത്രമേ ഇൻഫെക്ട് ചെയ്യൂ എന്ന് നിർബന്ധവുമില്ല. T4 ഫേജിനെ വേണമെങ്കിൽ നമുക്കൊരു കോംപ്ലക്സ് ഫേജിന് എക്സാമ്പിളായി നമുക്ക് എടുക്കാം. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ജീനോമും അതിനെ വലയം ചെയ്തിട്ടുള്ള പ്രോട്ടീൻ നിർമ്മിതമായ ക്യാപ്സിഡ്. ഇത്രയുമാണ് ഇതിന്റെ സ്ട്രക്ചർ. ചില ഫേജുകളിൽ വൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNAയും ചിലവയിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNAയും ആകും. ഇനി ഈ ഫേജിന്റെ ഇക്കോസാഹീഡ്രോൺ രൂപത്തിലുള്ള ഒരു ക്യാപ്സിഡ്, അതായത് ഈ തലഭാഗം ഒരു ടെയിലുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഹെഡിന് താഴെയായി ഒരു കോളറും അതിന് താഴെ ടെയിലും അതിന് ചുറ്റുമുള്ള കൺട്രാക്റ്റിൽ ഷീറ്റും ഇതിന്റെ സ്ട്രക്ചറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ടെയിലും ഷീറ്റും താഴെയുള്ള ഒരു ഹെക്സഗണൽ പ്ലേറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ ഈ പറഞ്ഞ ഘടനകൾ ഉപയോഗിച്ചാണ് ഇവ ഒരു ബാക്ടീരിയയെ ഇൻഫെക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഒരു ഫേജിന്റെ ലൈഫ് സൈക്കിൾ തുടങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം തന്നെ ഫേജ് ഹോസ്റ്റ് ആയ ഒരു ബാക്ടീരിയ തിരഞ്ഞെടുത്ത് അതിന് മുകളിൽ അറ്റാച്ച് ചെയ്യും. നേരത്തെ പറഞ്ഞ ടെയിൽ ഫൈബേഴ്സ് ഉപയോഗിച്ചാണ് ഇത് നടക്കുന്നത്. പിന്നീട് ഈ ടെയിൽ പിൻ ഉപയോഗിച്ച് ഒരു ഹോൾ ഉണ്ടാക്കി അതിന്റെ ടെയിൽ ഹോളിലൂടെ ഹെഡിലുള്ള അതിന്റെ ജീനോമിനെ ഹോസ്റ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. കൺട്രാക്റ്റൈൽ ഷീറ്റിന്റെ സഹായത്തോടെയാണ് ഇത് നടക്കുന്നത്. ഇതിനുള്ളിൽ വെച്ചാണ് ഈ ജീനോം റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ഈ ഹോസ്റ്റ് ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന ന്യൂക്ലിയസുകളിൽ നിന്നും ഫേജിന് സ്വന്തം ജീനോമിനെ പ്രൊട്ടക്ട് ചെയ്യുകയും വേണം. അങ്ങനെ രൂപപ്പെടുന്ന ജീനോം ഹോസ്റ്റിനുള്ളിൽ വെച്ച് തന്നെ തയ്യാറാക്കുന്ന ഫേജിന്റെ ഹെഡിനുള്ളിൽ ലോഡ് ചെയ്ത് മറ്റു പാർട്ടുകളുമായി ഒട്ടിച്ചെടുത്ത് ഒരു മുഴുവനായ ഫേജിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ഫേജ് അസംബ്ലി എന്നാണ് ഇതിനെ പറയുന്നത്. ഇങ്ങനെ ബാക്ടീരിയയെ പൂർണ്ണമായും ഇൻഫെക്ട് ചെയ്ത് അതിനുള്ളിൽ ഒരുപാട് പകർപ്പുകൾ ഉണ്ടാക്കുന്ന ഫേജുകൾ ഒടുവിൽ ബാക്ടീരിയയുടെ തന്നെ സെൽ മെമ്പറിനെ ഭേദിച്ച് അതിന്റെ സെൽ കണ്ടന്റ് മുഴുവൻ പുറത്തേക്ക് വരുന്ന രീതിയിൽ വോമിറ്റ് ചെയ്യുന്നതിന് ഇടയാക്കുന്നു. ഇതിലൂടെയാണ് പുതിയ ഫേജുകൾ പുറത്തേക്ക് വരികയും തുടർന്ന് അവ മറ്റു ബാക്ടീരിയകളെ ഇൻഫെക്ട് ചെയ്യുകയും ചെയ്യുന്നത്. കേൾക്കുമ്പോൾ വളരെ പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ. ഇവ എങ്ങാനും മനുഷ്യനെ ഇൻഫെക്ട് ചെയ്യുകയാണെങ്കിലോ? പക്ഷെ പേടിക്കേണ്ടതില്ല. ഇവ ബാക്ടീരിയകളെ മാത്രം തിരഞ്ഞു പിടിച്ച് ഇൻഫെക്ട് ചെയ്യുന്നവയാണ്. ഉടനെ ഇവയ്ക്ക് ഒരു ജനിതക മാറ്റം പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷെ ഇവയുടെ ഈ പ്രത്യേകത തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവയുടെ പ്രാധാന്യവും. കാരണം ഇവ ആക്രമിക്കുന്ന പല ബാക്ടീരിയകളും മനുഷ്യരെടുത്തിന് വളരെ ഹാനികരമായവയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ബാക്ടീരിയകളെ ചെറുക്കുവാനായിട്ട് അല്ലെങ്കിൽ അവയുടെ ഇൻഫെക്ഷനെ ചികിത്സിക്കുന്നതിന് വേണ്ടി ആന്റിബയോട്ടിക്കുകളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ മറ്റേതൊരു ജീവിയെ പോലെ തന്നെയും ബാക്ടീരിയകളും അവയുടെ ചുറ്റുപാടുകളെ അതിജീവിക്കുന്ന തരത്തിലുള്ളവയാണ്. അതായത് ഇത്തരത്തിലുള്ള ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സൂപ്പർ ബാക്ടീരിയകൾ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള ബാക്ടീരിയകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ചെറിയ തോതിലുള്ള ആന്റിബയോട്ടിക്കുകൾ മതിയായിരുന്നു പല ബാക്ടീരിയകളെയും ചെറുക്കാൻ. എന്നാൽ ഇന്ന് ഇവ ഉയർന്ന ഡോസിലുള്ള ആന്റിബയോട്ടിക്കുകൾ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ടീരിയകളിൽ നടത്തിയ ചില നിരീക്ഷണങ്ങൾ ശരിവെക്കുന്നുണ്ട്. ഒരേ തരം ബാക്ടീരിയകളെ പല ടെസ്റ്റ് ട്യൂബുകളിലാക്കി അവയിൽ കുറച്ച് ആന്റിബയോട്ടിക്കുകൾ നൽകി. ആദ്യം വളരെ കുറച്ച് ഡോസ് മാത്രമാണ് നൽകിയത്. പിന്നീട് ഡോസ് കൂട്ടി ഒടുവിൽ വളരെ ഉയർന്ന തോതിലുള്ള ആന്റിബയോട്ടിക് പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള ബാക്ടീരിയകളെ കാണുവാനായി. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നമുക്ക് ഇതിനൊരു പോംവഴി കണ്ടെത്തുന്നത്. ഇവിടെയാണ് നമുക്ക് ഫേജുകളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്. ആന്റിബയോട്ടിക്കുകളെ അപേക്ഷിച്ച് ഫേജുകൾക്കുള്ള പ്രത്യേകത, ഫേജുകൾ ബാക്ടീരിയയെ തിരഞ്ഞു പിടിച്ച് മാത്രമേ ആക്രമിക്കൂ എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് പ്രയോജനകരമായ ബാക്ടീരിയകളും ഉണ്ട്. പക്ഷേ ആന്റിബയോട്ടിക്കുകൾ സത്യത്തിൽ ഒരു ബോംബ് ഇടുന്നത് പോലെയാണ്. ഇവ എല്ലാത്തരം ബാക്ടീരിയകളെയും ഒരുപോലെ ആക്രമിക്കുന്നു. ഫേജുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് യാതൊരു തരത്തിലും റിക്കവറി പ്രതീക്ഷിക്കാത്ത ഒരു മനുഷ്യനിൽ ഫേജുകളെ കടത്തിവിട്ട് നടത്തിയ ചികിത്സയിൽ അദ്ദേഹം ബാക്ടീരിയയിൽ നിന്നുള്ള ഇൻഫെക്ഷനിൽ നിന്ന് ഭേദമാവുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു. ഇത് വളരെ പ്രതീക്ഷ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഫേജുകളും ബാക്ടീരിയകളെ പോലെ തന്നെ ഇവോൾവ് ചെയ്യുന്നു എന്നതുകൊണ്ട് ബാക്ടീരിയയ്ക്ക് അവയെ ചെറുക്കാനുള്ള റെസിസ്റ്റൻസ് നേടാനാവില്ല എന്ന് നമുക്ക് കരുതാം. കാരണം ഇതുവരെ ബാക്ടീരിയകൾക്ക് അതിന് സാധിച്ചിട്ടില്ല. എന്നാൽ ഇത്തരത്തിലുള്ള കൂടുതൽ പഠനങ്ങൾ ഇനിയും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ.
ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് സാമ്പത്തികമാണ്. എന്തു തന്നെയാണെങ്കിലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഈ കുഞ്ഞു ജീവിയെ ഭൂമിയിൽ നമുക്ക് നമ്മുടെ ഒരു മിത്രമാക്കി മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ബാക്ടീരിയ പേജിനെ കുറിച്ച് ഇന്ന് ലഭിച്ച വിവരങ്ങൾ നിങ്ങൾക്ക് പുതുമയുള്ളതാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.